ഇന്നത്തെ സംവാദത്തിന്റെ വിഷയം ക്രിസ്തു യഥാർത്ഥത്തിൽ ക്രൂശിക്കപ്പെട്ടിരുന്നുവോ എന്നതാണ്. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും യേശുവിൽ വിശ്വസിക്കുന്നവരായതുകൊണ്ട് തന്നെ ഇരുഭാഗത്തിന്റെയും വാദങ്ങൾ പരിശോധിക്കേണ്ടത് അനിവാര്യമാണ്. മുസ്ലിങ്ങളുടെ വാദം പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും ആധികാരികമായ വേദഗ്രന്ഥവും ദൈവത്തിന്റെ വചനവുമായ വിശുദ്ധ ഖുർആനിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ അധ്യായം 4 157 സൂക്തം ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ എന്റെ പ്രഭാഷണം ആരംഭിച്ചത്. ഇന്നത്തെ സംവാദത്തിന്റെ വിഷയമായ ക്രിസ്തു യഥാർത്ഥത്തിൽ ക്രൂശിക്കപ്പെട്ടിരുന്നുവോ എന്നതിനെക്കുറിച്ചുള്ള ഇസ്ലാമിക വീക്ഷണം അത് നൽകുന്നുണ്ട്. പാസ്റ്റർ റോക്നി ഒരു അറബ് മിഷണറി ആയതിനാലും അറബി അദ്ദേഹത്തിന്റെ മാതൃഭാഷയാണ് എന്നതിനാലും പ്രഭാഷണത്തിന്റെ ആരംഭത്തിൽ ഞാൻ പാരായണം ചെയ്ത വചനം പരിഭാഷപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇസ്ലാമിക വീക്ഷണം എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി കാണും. പക്ഷേ നമ്മൾ അധിക പേർക്കും അറബി മനസ്സിലാകില്ല. അറബി നമ്മുടെ മാതൃഭാഷയല്ലാത്തതിനാൽ പ്രഭാഷണത്തിന്റെ ആരംഭത്തിൽ പാരായണം ചെയ്ത വചനം ഞാൻ പരിഭാഷപ്പെടുത്തുകയാണ്. ഖുർആനിലെ സൂറത്ത് നിസ 157 സൂക്തത്തിൽ പറയുന്നു, അവർ പറയുന്നു, അഥവാ ജൂതന്മാർ പറയുന്നു, അള്ളാഹുവിന്റെ പ്രവാചകനും മറിയമിന്റെ പുത്രനുമായ യേശു ക്രിസ്തുവിനെ ഞങ്ങൾ വധിച്ചിരിക്കുന്നെന്ന്. അവർ അദ്ദേഹത്തെ കൊന്നിട്ടുമില്ല, ക്രൂശിച്ചിട്ടുമില്ല. പക്ഷേ അങ്ങനെയാണെന്ന് അവർക്ക് തോന്നുകയാണ് ഉണ്ടായത്. അതിൽ ഭിന്നിച്ചവർ അക്കാര്യത്തിൽ സംശയത്തിലാണ്. വ്യക്തമായ യാതൊരു അറിവും അവർക്കില്ല. ഊഹമല്ലാതെ മറ്റൊന്നുമില്ല. തീർച്ചയായും അവർ അദ്ദേഹത്തെ കൊന്നിട്ടില്ല. ഖുർആനിലെ ഈ വചനം വ്യക്തമായി സന്ദേഹലേശമന്യേ ഇസ്ലാമിക വീക്ഷണം വ്യക്തമാക്കുന്നുണ്ട്. അവർ അദ്ദേഹത്തെ കൊന്നിട്ടുമില്ല, ക്രൂശിച്ചിട്ടുമില്ല എന്നത്. തീർച്ചയായും അവർ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയിട്ടില്ല. വളരെ വ്യക്തമായും അസന്നിഗ്ധമായും ഖുർആൻ പറയുന്നത് അവരദ്ദേഹത്തെ കൊന്നിട്ടില്ലെന്നാണ്. ഇപ്പോൾ ഞാൻ എന്റെ അവതരണം ഇവിടെ സംഗ്രഹിക്കുകയാണെങ്കിൽ പാസ്റ്റർ പറഞ്ഞ ബൈബിളിന്റെ വീക്ഷണങ്ങൾക്ക് മറുപടി പറയാതെ സംവാദത്തെ സംബന്ധിച്ചാണെങ്കിൽ അത് സമനിലയിലാകും. അതായത് ഖുർആനിന്റെ വീക്ഷണപ്രകാരം മുസ്ലിങ്ങൾ പറയുന്നത് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ടില്ലെന്നാണ്. എന്നാൽ ബൈബിളിന്റെ വീക്ഷണപ്രകാരം ക്രിസ്ത്യാനികൾ പറയുന്നത് അവർ മനസ്സിലാക്കിയതനുസരിച്ച് അദ്ദേഹം ക്രൂശിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ്. ദൈവിക വചനമാണെന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന ബൈബിളിൽ നിന്ന് തന്നെ ഞാൻ തെളിയിക്കും യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ടില്ലെന്ന്. ആദ്യമായി തന്നെ ഞാൻ വ്യക്തമാക്കുകയാണ്, ഞങ്ങൾ മുസ്ലിങ്ങൾ ബൈബിൾ ദൈവികമാണെന്ന് വിശ്വസിക്കുന്നില്ല. ബൈബിളിലെ ചില ഭാഗങ്ങളിൽ ദൈവിക വചനങ്ങൾ ഉണ്ടാകാം. അതിൽ പ്രവാചകന്മാരുടെ വചനങ്ങളുണ്ട്, ചരിത്രകാരന്മാരുടെ വചനങ്ങളുണ്ട്, അതിൽ അസംബന്ധങ്ങളുമുണ്ട്, അതിൽ അശ്ലീല പ്രസ്താവനകളുണ്ട്. ഒരാൾ 1000 രൂപ തരാമെന്ന് പറഞ്ഞാൽ പോലും എനിക്ക് വായിക്കാൻ പറ്റാത്തത്ര മോശമായവ ബൈബിളിലുണ്ട്. അതിൽ വൈരുദ്ധ്യങ്ങളുമുണ്ട്. ബൈബിൾ ദൈവികമല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെങ്കിലും യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ടില്ലെന്ന് ബൈബിളിൽ നിന്ന് തന്നെ ഞാൻ തെളിയിക്കും. കാരണം പാസ്റ്റർ റോക്നിയും ഇവിടെയുള്ള അധിക ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നത് ബൈബിൾ ദൈവികമാണെന്നാണ്. അതിനാൽ തന്നെ ഇത് അവർക്കൊരു തെളിവാകും. കാരണം ഖുർആനിലെ അധ്യായം 2 സൂറത്തുൽ ബഖറയിൽ ഇങ്ങനെ പറയുന്നു, ജൂതന്മാരും ക്രിസ്ത്യാനികളും പറയുന്നത് നിങ്ങൾ മുസ്ലിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കില്ലെന്നാണ്. നിങ്ങൾക്ക് എത്ര ദൈവിക ഭക്തിയുണ്ടെങ്കിലും, നിങ്ങൾക്ക് എത്ര തന്നെ നന്മയുണ്ടെങ്കിലും, പാസ്റ്റർ പറഞ്ഞതുപോലെ സൽക്കർമ്മങ്ങൾ കൊണ്ട് മാത്രം പാപമുക്തി ലഭിക്കില്ല. അതാണ് പാസ്റ്റർ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ പറഞ്ഞത്. നിങ്ങളുടെ സക്കാത്തും നമസ്കാരവും ഹജ്ജും നിങ്ങളുടെ നെറ്റിയിലുള്ള അടയാളവും എല്ലാം വെറുതെയാണ്. നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. നിങ്ങൾ ക്രിസ്ത്യാനികളായില്ലെങ്കിൽ, നിങ്ങളൊരു ജൂതനോ ക്രിസ്ത്യാനിയോ ആയെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കൂ. അള്ളാഹു പറയുന്നു, ഇതവരുടെ മൂഢവിചാരമാണ്. അവരോട് പറയുക, സത്യവാന്മാരാണെങ്കിൽ നിങ്ങൾ അതിന് തെളിവ് കൊണ്ടുവരിക. അള്ളാഹു പറയുന്നു, അവരോട് തെളിവ് ചോദിക്കുക. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ടില്ലെന്ന് ഖുർആൻ ഉദ്ധരിച്ചു പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ അത് അംഗീകരിക്കില്ല. കാരണം ഖുർആൻ ദൈവിക വചനമാണെന്നതിനോട് അവർക്ക് യോജിപ്പില്ല. അതിനാലാണ് നാം അവരോട് ചോദിക്കുന്നത്, നിങ്ങൾ തെളിവ് കൊണ്ടുവരിക. നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ. ക്രിസ്ത്യാനികൾ തെളിവായി ബൈബിൾ കൊണ്ടുവന്നു. ക്രിസ്ത്യാനികൾ പറയുന്നു, എന്റെ ബൈബിൾ ഇങ്ങനെ പറയുന്നു, എന്റെ ബൈബിൾ അങ്ങനെ പറയുന്നു. ബൈബിൾ പറയുന്നത് എന്താണെന്ന് ഇനി നമുക്ക് വിശകലനം ചെയ്യാം. ലോകത്തിലെ 2000-ൽ കുറയാത്ത വ്യത്യസ്ത ഭാഷകളിൽ അവർ ബൈബിൾ നിർമ്മിച്ചു.
യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിരുന്നുവോ എന്നത് ബൈബിൾ ഉപയോഗിച്ച് നമുക്ക് വിശകലനം ചെയ്യാം. ബൈബിളിൽ നിന്ന് ഞാൻ ഉദ്ധരിക്കുന്നവ ഇസ്ലാമിക വീക്ഷണങ്ങളോട് യോജിച്ചതാകണമെന്നില്ല. ഇത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇസ്ലാമിക വീക്ഷണം വളരെ വ്യക്തമാണ്. ഖുർആനിലെ 4-ാമത്തെ അധ്യായത്തിലെ 157-ാമത്തെ സൂക്തത്തിൽ പറയുന്നു, അവർ അദ്ദേഹത്തെ കൊന്നിട്ടില്ല, ക്രൂശിച്ചിട്ടുമില്ല. ക്രിസ്തു യഥാർത്ഥത്തിൽ ക്രൂശിക്കപ്പെട്ടിരുന്നുവോ എന്നതാണ് വിഷയം. എന്താണ് ക്രൂശീകരണം എന്ന പദത്തിന്റെ അർത്ഥം? ഓക്സ്ഫോർഡ് നിഘണ്ടു പ്രകാരം ക്രൂശീകരണം എന്നാൽ കുരിശിൽ ബന്ധിച്ച് കൊല്ലുക എന്നാണ്. വെബ്സ്റ്റർ നിഘണ്ടു പ്രകാരം ക്രൂശീകരണം എന്നാൽ കുരിശിൽ ബന്ധിച്ചോ ആണിതറച്ചോ കൊല്ലുക എന്നതാണ്. ക്രൂശിക്കുക എന്നാൽ ഒരാൾ കുരിശിൽ മരിക്കണം. അയാൾ മരിച്ചിട്ടില്ലെങ്കിൽ ക്രൂശിക്കപ്പെട്ടിട്ടില്ല. വെബ്സ്റ്റർ നിഘണ്ടു പ്രകാരം ഉയിർത്തെഴുന്നേൽപ്പ് എന്നതിന്റെ അർത്ഥം മരണത്തിൽ നിന്നും ഉയിർത്തെഴുന്നേൽക്കുക എന്നതാണ്. റിസറക്ഷനിലെ ആർ എന്നതിന്റെ അർത്ഥം മരണത്തിനും സംസ്കരണത്തിനും ശേഷമുള്ള ക്രിസ്തുവിന്റെ ഉയിർത്തെഴുന്നേൽപ്പാണ്. ചുരുക്കത്തിൽ, ക്രിസ്തു ഉയിർത്തെഴുന്നേൽക്കണമെങ്കിൽ ആദ്യം അദ്ദേഹം മരിക്കണം. അദ്ദേഹം മരിച്ചിട്ടില്ലെങ്കിൽ ഉയിർത്തെഴുന്നേൽക്കുകയുമില്ല. ഈ നിർവചനം എല്ലാവർക്കും ബോധ്യമുണ്ടായിരിക്കണം. യേശു ക്രിസ്തു പറയുന്നതായിട്ട് മത്തായിയുടെ സുവിശേഷം 19:16-17 വരെ ഇതിൽ പറയുന്നു, നിയമവും കൽപ്പനകളും അനുസരിക്കുന്നത് വഴി ഒരാൾക്ക് പാപമുക്തി കൈവരിക്കാം. പക്ഷെ പൗലോസ് നിയമത്തെയും കൽപ്പനകളെയും കുരിശിൽ തറച്ചു. അദ്ദേഹം അത് കൊളോസ്യർ 2:14 പറയുന്നുണ്ട്. കൂടാതെ പൗലോസ് പറയുന്നത് യേശുവിന്റെ മരണത്തിലും ഉയിർത്തെഴുന്നേൽപ്പിലും വിശ്വസിക്കുന്നതിലൂടെ മാത്രമാണ് പാപമുക്തി ലഭിക്കുക എന്നതാണ്. അദ്ദേഹം പറയുന്നു പുതിയ നിയമത്തിൽ 1 കൊരിന്ത്യൻ അധ്യായം 15 സൂക്തം 14. ഞാൻ ഇതിന്റെ എല്ലാം അവലംബങ്ങൾ നൽകാം. മറിച്ച് ഞാൻ പറയുകയാണ്, ബൈബിൾ ഇങ്ങനെ പറയുന്നു, പുതിയ നിയമം ഇങ്ങനെ പറയുന്നു. എങ്കിൽ 1000-ഓളം പേജുള്ള ഈ പുസ്തകത്തിൽ നിങ്ങൾ എവിടെ നിന്നാണ് അത് കണ്ടുപിടിക്കുക? 1 കൊരിന്ത്യർ അധ്യായം 15-14 പൗലോസ് പറയുന്നു, ക്രിസ്തു ഉയിർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. പാസ്റ്റർ പറഞ്ഞതുപോലെ, നിങ്ങൾ എത്ര തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്താലും ധർമ്മങ്ങൾ ചെയ്താലും പാപപരിഹാരത്തിനാണ് യേശു മരിച്ചതെന്ന് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അവ വ്യർത്ഥമാണ്. അവലംബം നൽകാതെ ഒരു വചനം ക്രിസ്ത്യൻ മിഷനറി ഉദ്ധരിച്ചു. യെശയ്യാ 64 6-ാമത്തെ വചനമാണത്. ഞങ്ങളുടെ ധാർമ്മിക പ്രവൃത്തികളെല്ലാം അശുദ്ധമായ വസ്ത്രം പോലെയാണ്. മനുഷ്യരുടെ പാപങ്ങൾക്കാണ് ക്രിസ്തു കുരിശിൽ മരിച്ചതെന്ന് നിങ്ങൾ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സൽക്കർമ്മങ്ങളെല്ലാം നന്മകളെല്ലാം അശുദ്ധമായ വസ്ത്രം പോലെയാണ്. പാസ്റ്റർ പറഞ്ഞു, ക്രൂശീകരണവും കുരിശുമില്ലെങ്കിൽ ബൈബിൾ 2 പൈസക്ക് പോലുമില്ലെന്ന്. അദ്ദേഹം പറഞ്ഞു, ക്രൂശീകരണമില്ലെങ്കിൽ ക്രിസ്തുമതമില്ലെന്ന്. ഞാൻ അതിനോട് യോജിക്കുന്നു. പാസ്റ്റർ പറഞ്ഞു, അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നതാണെന്ന്, 2 ദശകങ്ങൾ ഇവിടെ ചെലവഴിച്ചെന്ന്. ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷമാണ് അദ്ദേഹം ക്രിസ്തുമതത്തെ ശരിക്കും മനസ്സിലാക്കിയതെന്ന്. മുമ്പ് അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായിരുന്നെങ്കിലും ഒരു യഥാർത്ഥ വിശ്വാസിയായത് ഇവിടെ വെച്ചാണ്. ഞാൻ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ ജീവിതത്തിൽ പാസ്റ്റർക്ക് മുമ്പ് ഒരു അറബ് ക്രിസ്ത്യാനിയെ മാത്രമാണ് ഞാൻ അഭിമുഖീകരിച്ചിട്ടുള്ളത്. അത് ജിദ്ദയിൽ വെച്ചായിരുന്നു, ഒരു സിറിയക്കാരന്. എന്റെ പ്രസംഗത്തിന് ശേഷം അൽഹംദുലില്ലാഹ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. വ്യക്തിപരമായി എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു അറബ് ക്രിസ്ത്യാനിയെ ഇപ്പോഴാണ് അഭിമുഖീകരിക്കുന്നത്. അള്ളാഹു ഉദ്ദേശിച്ചാൽ അദ്ദേഹത്തിന് ഹിദായത്ത് നൽകാൻ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ക്രിസ്തുമതത്തിന്റെ അധ്യാപനങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചത് ഇന്ത്യക്കാരിലൂടെയാണ്. അദ്ദേഹം യഥാർത്ഥ വിശ്വാസത്തിലേക്ക് മടങ്ങി വരാം, അതായത് ഇസ്ലാമിലേക്ക്. എല്ലാ മനുഷ്യരും അതിലാണ് ജനിക്കുന്നത്. ഈ പ്രഭാഷണത്തിന് ശേഷം, ഈ ചർച്ചയ്ക്ക് ശേഷം ഞാൻ പ്രാർത്ഥിക്കുകയാണ് യഥാർത്ഥ വിശ്വാസത്തിലേക്ക് അദ്ദേഹം മടങ്ങി വരാൻ, അതായത് ക്രൂശീകരണമില്ലെന്നും ക്രിസ്തു ഇല്ലെന്നും മനസ്സിലാക്കാൻ. ഇനി ഉയിർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് പൗലോസ് പറഞ്ഞതെന്തെന്ന് നമുക്ക് പരിശോധിക്കാം. ഉയിർത്തെഴുന്നേറ്റ ശരീരത്തെക്കുറിച്ച് പൗലോസ് പറയുന്നു 1 കൊരിന്ത്യർ അധ്യായം 15 അവസാന ഭാഗത്ത്, അതായത് യേശു ഉയിർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗവും നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാണെന്ന് പറഞ്ഞിടത്ത് മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും ഇങ്ങനെയാണ്. വിതയ്ക്കുന്നത് നശ്വരമായതാണ്, ഉയിർപ്പിക്കപ്പെടുന്നത് അനശ്വരമായതും. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, മഹിമയിൽ ഉയിർപ്പിക്കപ്പെടുന്നു. ദൗർബല്യത്തിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയിർപ്പിക്കപ്പെടുന്നു. ഭൗതിക ശരീരമാണ് വിതയ്ക്കപ്പെടുന്നത്, ആത്മീയ ശരീരമാണ് ഉയിർപ്പിക്കപ്പെടുന്നത്. ഭൗതിക ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവും ഉണ്ട്. പൗലോസിന്റെ വീക്ഷണപ്രകാരം ഉയിർപ്പിക്കപ്പെടുന്ന ശരീരം ഭൂതമാണ്. കൂടാതെ ലൂക്കോസ്
20, 27 മുതൽ 36 വരെ പറയുന്നു, 7 ഭർത്താക്കന്മാരുള്ള ഒരു സ്ത്രീയുടെ കഥ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ജൂതന്മാർ യേശുവിനോട് ചോദിച്ചു. ജൂതന്മാർക്കിടയിൽ ഒരു സമ്പ്രദായമുണ്ടായിരുന്നു. ഒരാൾ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുകയും മക്കളില്ലാതെ അയാൾ മരിക്കുകയും ചെയ്താൽ രണ്ടാമത്തെ സഹോദരൻ വിധവയെ പരിഗ്രഹിച്ച് മരിച്ച സഹോദരന് വേണ്ടി സന്താനങ്ങളെ ജനിപ്പിക്കണമെന്നാണ്. മക്കളില്ലാത്ത നിലയിൽ രണ്ടാമത്തെ സഹോദരൻ മരിച്ചാൽ മൂന്നാമൻ പരിഗ്രഹിക്കണം. അയാളും മരിച്ചാൽ അടുത്ത ആൾ. അങ്ങനെ അങ്ങനെ ഇവിടെ ഈ സ്ത്രീ ഒന്നിനു പിറകെ ഒന്നൊന്നായി 7 സഹോദരന്മാരെ വിവാഹം കഴിച്ചു. എല്ലാവർക്കും അവൾ സ്വന്തമായിരുന്നു. അതിൽ പ്രശ്നമൊന്നുമില്ല. കാരണം ഒന്നിനു പിറകെ മറ്റൊന്ന് എന്ന നിലയിലായിരുന്നു. പിന്നീട് അവളും മരിച്ചു. പക്ഷെ യേശുവിനോട് ഉന്നയിച്ച ചോദ്യം, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ അവൾ ആരുടേതായിരിക്കും? 7 സഹോദരന്മാരെ ഒരുമിച്ച് ഉയർപ്പിക്കപ്പെടുമ്പോൾ അവൾ ആരുടേതായിരിക്കും? ഇതിന് യേശു പറഞ്ഞ മറുപടി, ഉയർത്തെഴുന്നേറ്റ ശരീരം വിവാഹം കഴിക്കില്ലെന്നാണ്. അവർക്ക് ഇനിയും മരണമുണ്ടാകില്ല. അവർ മാലാഖമാർക്ക് തുല്യരാകും. അവർ അലൗകികങ്ങളാകും. യേശുവാണിത് പറയുന്നത്. ലൂക്കോസ് 20:36. കൊരിന്ത്യർ 1:15 അധ്യായം 42 മുതൽ 44 വരെ. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ള ഒരു വചനം പോലും സുവിശേഷത്തിൽ എവിടെയുമില്ല. മറിച്ച് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ, ക്രൂശീകരണത്തിന് ശേഷം മുറിയിൽ വെച്ച് യേശുവിനെ അനുയായികൾ കണ്ടു. ലൂക്കോസ് 24:36. യേശു വന്ന് അനുചരന്മാരോട് പറഞ്ഞു, ശലോം. ഇതിനർത്ഥം നിങ്ങൾക്ക് സമാധാനം. അടുത്ത വചനത്തിൽ പറയുന്നത്, അവർ അനുയായികൾ പേടിച്ച് വിറച്ചു എന്നാണ്. അത് ഭൂതമാണെന്നാണ് അവർ വിചാരിച്ചത്. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്തിനാണ് അനുചരന്മാർ യേശു ഭൂതമാണെന്ന് വിചാരിച്ചത്? യേശു ഭൂതത്തെ പോലെയായിരുന്നു. ഏതൊരു ക്രിസ്ത്യാനിയോടും ഇത് ചോദിച്ചാൽ അവർ പറയും അല്ല എന്ന്. അത് ശരിയാണ്, യേശു ഭൂതത്തെ പോലെയല്ലായിരുന്നു. പിന്നെ അവരെന്തുകൊണ്ടാണ് യേശു ഭൂതമാണെന്ന് വിചാരിച്ചത്? അവർ കേട്ടിരുന്നു അവരുടെ ഗുരു യേശു കുരിശിൽ തറക്കപ്പെടുകയും കുരിശിൽ മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും ചെയ്തു എന്ന്. പക്ഷേ അവരതിന് ദൃക്സാക്ഷികളായിരുന്നില്ല. മാർക്കോസ് 14:50 പറയുന്നു, അപ്പോൾ ശിഷ്യന്മാരെല്ലാം അവനെ ഉപേക്ഷിച്ച് ഓടിപ്പോയി. യേശുവിന്റെ ജീവിതത്തിലെ വളരെ പ്രയാസകരമായ നിമിഷത്തിൽ അനുചരന്മാർ അദ്ദേഹത്തെ ഉപേക്ഷിച്ച് ഓടിപ്പോയി. അതിനാൽ അവർക്കത് അഥവാ കുരിശു സംഭവങ്ങൾ കേട്ടുകേൾവി മാത്രമായിരുന്നു. അതിനാലാണ് അവർ അദ്ദേഹം ഭൂതമാണെന്ന് വിചാരിച്ചത്. പക്ഷേ യേശു ഈ സംശയം ദൂരീകരിക്കുന്നുണ്ട്. ലൂക്കോസ് 24:39-40 യേശു പറയുന്നു, ഇത് ഞാൻ തന്നെയാണ്. എന്റെ കൈകളും കാലുകളും കാണുക, എന്നെ തൊട്ടുനോക്കുക. എനിക്കുള്ളതുപോലെ മാംസവും അസ്ഥികളും ഭൂതത്തിനില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു, എന്റെ കൈകളും കാലുകളും തൊട്ടുനോക്കുക, ഇത് ഞാൻ തന്നെയാണ്. നിങ്ങൾക്ക് എന്തു പറ്റി? ഇത് നിങ്ങളുടെ ഗുരുവും യജമാനനുമായ യേശുവാണ്. നിങ്ങൾ എന്തിന് വ്യാകുലരാകണം? തന്റെ കൈകാലുകൾ കാണിച്ച് എന്താണ് അദ്ദേഹം തെളിയിക്കുന്നത്? ഉയർത്തെഴുന്നേറ്റതാണെന്നാണോ ഭൂതമാണെന്നാണോ? ഭൂതമല്ലെന്നാണ് അദ്ദേഹം തെളിയിക്കുന്നത്. അദ്ദേഹം ഉയർത്തെഴുന്നേറ്റതല്ല. ലൂക്കോസ് 24:41-42 അവരെല്ലാവരും സന്തോഷിക്കുകയും ആശ്ചര്യപ്പെടുകയും ചെയ്തു. ഭൗതികമായി തന്നെ അവരുടെ യജമാനൻ ജീവിച്ചിരിക്കുന്നു, മാംസവും അസ്ഥിയുമുള്ള നിലയിൽ. അവർ സന്തോഷിച്ചു. യേശു അവരോട് ചോദിച്ചു, നിങ്ങളുടെ അടുത്ത് ഭക്ഷണം വല്ലതുണ്ടോ? അവർ അദ്ദേഹത്തിന് വറുത്ത മീനും തേനും നൽകി. അദ്ദേഹം അത് ഭക്ഷിക്കുകയും ചെയ്തു. എന്തിനു വേണ്ടിയായിരുന്നു അത്? ഉയർത്തെഴുന്നേറ്റു എന്ന് തെളിയിക്കുന്നതിനായിരുന്നു? ഭൂതമായി എന്നതിനായിരുന്നു? അല്ല, മറിച്ച് അദ്ദേഹത്തിനുള്ളത് ഭൗതിക ശരീരമാണെന്ന് തെളിയിക്കാനായിരുന്നു. അങ്ങനെയെങ്കിൽ ക്രൂശീകരണമില്ല, ഉയർത്തെഴുന്നേൽപ്പില്ല, ക്രിസ്തു മതവുമില്ല. നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ 3-ാമത്തെ ദിവസം യേശുവിന്റെ ശവക്കല്ലറക്കെടുത്ത് പോയ മഗ്ദലന മറിയമിന്റെ കഥ. യോഹന്നാൻ 20:1, മാർക്കോസ് 16:2. ആഴ്ചയിലെ 1-ാം ദിവസം, അത് ഞായറാഴ്ചയായിരുന്നു. ജൂതന്മാർക്ക് ശാബത്ത് ദിനം ശനിയാഴ്ചയാണ്. ആഴ്ചയിലെ 1-ാമത്തെ ദിവസം ഞായറാഴ്ചയാണ് മഗ്ദലന മറിയം കല്ലറയിലേക്ക് പോയത്. യേശു മരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് മഗ്ദലന മറിയം 3-ാമത്തെ ദിവസം കല്ലറയിലേക്ക് പോയത്? ഇതിനുള്ള മറുപടി മാർക്കോസ് 16:1 പറയുന്നു. യേശുവിന് തൈലം പൂശാനാണ് മഗ്ദലന മറിയം കല്ലറയിലേക്ക് പോയത്. ഞാൻ ചോദിക്കട്ടെ, ജൂതന്മാർ 3-ാമത്തെ ദിവസം മരിച്ച ശരീരത്തിൽ തൈലം പൂശാറുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉത്തരം ഇല്ല എന്നാണ്. ഞാൻ ചോദിക്കുകയാണ്, ക്രിസ്ത്യാനികൾ മൃതശരീരത്തിൽ 3-ാം ദിവസം തിരുമാറുണ്ടോ? ഉത്തരമില്ല എന്നാണ്.
നമ്മൾ മുസ്ലിങ്ങൾ 3-ാം നാൾ മൃതശരീരത്തെ തിരുമാറുണ്ടോ? ഉത്തരമില്ല. പിന്നെ എന്തിനാണ് 3-ാം നാൾ മഗ്ദലന മറിയം യേശുവിനെ തിരുമാൻ ശവക്കല്ലറയിലേക്ക് പോയത്? കാരണം അരിമധ്യക്കാരനായ യൂസഫിനോട് കൂടെ യേശുവിന്റെ സംസ്കരണ ചടങ്ങിൽ അവൾ പങ്കെടുത്തിരുന്നു. യേശുവിന്റെ ശരീരം കുരിശിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ അതിൽ ജീവന്റെ ചില സൂചനകൾ അവൾ കണ്ടിരുന്നു. പക്ഷെ അതിന് ജീവനുണ്ടെന്ന് അവൾ പറഞ്ഞില്ല. കാരണം അങ്ങനെയെങ്കിൽ വീണ്ടും അവർ കൊല്ലും. ജീവന്റെ സൂചന കണ്ടിരുന്നതിനാൽ 3-ാമത്തെ ദിവസം, ശാബത്തിന്റെ അടുത്ത ദിവസം, യേശുവിന് ജീവനുണ്ടോ എന്ന് നോക്കാനാണ് അവൾ വന്നത്. യോഹന്നാൻ 20:1, മാർക്കോസ് 16:4. കല്ലറയുടെ മൂടി നീങ്ങിയിരിക്കുന്നതായി അവൾ കണ്ടു. മുറിവ് കെട്ടിയിരുന്ന തുണികൾ ഉപേക്ഷിക്കപ്പെട്ടതായും കണ്ടു. അങ്ങനെയെങ്കിൽ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് കല്ലുകൾ നീക്കം ചെയ്യപ്പെട്ടത്? മുറിവ് കെട്ടാൻ ഉപയോഗിച്ച തുണികൾ എന്തിനാണ് ഉപേക്ഷിച്ചത്? ആത്മീയ പ്രകൃതിയോടുകൂടിയാണ് യേശു ഉയർത്തെഴുന്നേറ്റതെങ്കിൽ കല്ലുകൾ നീക്കേണ്ട ആവശ്യം എന്താണ്? കല്ലുകൾക്ക് ആത്മീയ ശരീരത്തിന്റെ പ്രവേശനം തടയാനാകില്ല. പിന്നെ എന്തിനാണ് കല്ലുകൾ നീക്കിയത്? ആത്മീയ ശരീരത്തിന് ചലിക്കാൻ മുറിവ് കെട്ടിയ തുണി മാറ്റേണ്ടതുണ്ടോ? അതിന്റെ ആവശ്യമില്ല. പക്ഷേ അത് ഭൗതിക ശരീരമാണെങ്കിൽ ശവക്കല്ലറയ്ക്ക് മുമ്പിൽ തടസ്സമായി നിൽക്കുന്ന കല്ല് നീക്കം ചെയ്യണം. മുറിവ് കെട്ടിയ തുണി നീക്കം ചെയ്യണം. ഇത് തെളിയിക്കുന്നത് ശവക്കല്ലറയ്ക്ക് നിന്നും പുറത്തു വന്ന യേശു ഭൗതിക ശരീരത്തോടെ ആയിരുന്നു എന്നാണ്. യേശുവിന്റെ രഹസ്യ അനുചരണം സമ്പന്നനുമായ അരിമഥ്യായിലെ യൂസഫിന്റെ സ്വകാര്യ സ്വത്തായിരുന്നു ആ കല്ലറ. അദ്ദേഹത്തിന് വേണ്ടി നിർമ്മിച്ചതിലായിരുന്നു യേശുവിനെ അടക്കം ചെയ്തത്. അത് വലിയൊരു മുറിയായിരുന്നു. 5 അടി വീതിയും 7 അടി ഉയരവും 15 അടി ആഴവും ഉണ്ടായിരുന്നു. ഇത്ര വലിയ മുറിയുടെ ആവശ്യകത എന്താണ്? ആത്മീയ ശരീരത്തെ സഹായിക്കേണ്ട ആവശ്യകത എന്താണ്? ആത്മീയ ശരീരത്തിന് സഹായം ആവശ്യമില്ല. എന്നാൽ അവർ ഭൗതിക ശരീരത്തെ സഹായിക്കുകയായിരുന്നു. യോഹന്നാൻ 20:15. യേശു മഗ്ദലന മറിയത്തെ കണ്ടപ്പോൾ ഭൂമിയിൽ വെച്ച്, ആകാശത്തിലല്ല. അദ്ദേഹം ചോദിച്ചു, സ്ത്രീയെ, നീ എന്തിന് കരയുന്നു? നീ ആരെ അന്വേഷിക്കുന്നു? അദ്ദേഹത്തിന് കാരണം അറിയാമായിരുന്നു, എന്നിരുന്നാലും ചോദിക്കുകയാണ്. അദ്ദേഹം തോട്ടക്കാരനെന്ന് കരുതി അവൾ പറഞ്ഞു, അങ്ങ് അവനെ എടുത്തുകൊണ്ടുപോയെങ്കിൽ അവൻ എവിടെ വെച്ചു? ഞാൻ അവനെ എടുത്തുകൊണ്ടുപോയിക്കൊള്ളാം. ഞാൻ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് യേശു തോട്ടക്കാരനെന്ന് മഗ്ദലന മറിയം വിചാരിച്ചത്? ഞാൻ ചോദിക്കുകയാണ്, ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ശരീരം തോട്ടക്കാരൻ്റെത് പോലെയാണോ? ആണോ? അല്ലേ? അല്ല. പിന്നെ എന്തുകൊണ്ടാണ് യേശു തോട്ടക്കാരനെന്ന് അവൾ വിചാരിച്ചത്? അതിനുള്ള ഉത്തരം, അദ്ദേഹം ഒരു തോട്ടക്കാരന്റെ വേഷം സ്വീകരിക്കുകയായിരുന്നു. എന്തിനാണ് ആത്മീയ ശരീരം തോട്ടക്കാരന്റെ വേഷം സ്വീകരിക്കുന്നത്? യേശു തോട്ടക്കാരന്റെ വേഷം സ്വീകരിച്ചത് ജൂതന്മാർ പിടികൂടാതിരിക്കാനാണ്. ആത്മീയ ശരീരം ജൂതന്മാരെ പേടിക്കേണ്ടതില്ല. കാരണം എബ്രായർക്കുള്ള പുസ്തകം 9:27, ഒരിക്കൽ മാത്രമേ മനുഷ്യൻ മരിക്കുകയുള്ളൂ, പിന്നീട് ന്യായവിധി ദിനത്തിലാകുന്നു. ലൂക്കോസ് 20:36 യേശു പറയുന്നു, ഇനി ഒരിക്കൽ കൂടി നിങ്ങൾ മരിക്കുകയില്ല. അരൂപിയായാൽ പിന്നെ നിങ്ങൾ വ്യാകുലപ്പെടേണ്ടതില്ല. ആർക്കും നിങ്ങളെ ഉപദ്രവിക്കാൻ പറ്റില്ല. ഒരിക്കൽ കൂടി നിങ്ങൾ മരിക്കില്ല. അരൂപിയായാൽ പിന്നെ എന്തിന് വേഷം മാറണം? എന്തിന് വ്യാകുലപ്പെടണം? എന്തിന് ഒളിക്കണം? എന്തിന് ജൂതന്മാരിൽ നിന്നും ഓടിയകലണം? ഇത് തെളിയിക്കുന്നത് അദ്ദേഹം അരൂപിയല്ലെന്നും ജീവനുണ്ടെന്നുമാണ്. കൂടാതെ അദ്ദേഹം മറിയമിനോട് പറഞ്ഞു, മറിയ എന്ന് വിളിച്ചു. തന്റെ ഗുരുവിനെ തിരിച്ചറിയാൻ ഈ ഒരു വചനം തന്നെ അവർക്ക് ധാരാളമായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, തങ്ങളുടെ പ്രിയപ്പെട്ടവർ വിളിക്കാൻ എല്ലാവർക്കും ഒരു പ്രത്യേക രീതി ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ തിരിച്ചറിയാൻ നിങ്ങളെ അവർ വിളിക്കാൻ ഉപയോഗിക്കുന്ന ശബ്ദരീതി ധാരാളമാണ്. യേശുവാണെന്ന് പെട്ടെന്ന് തന്നെ അവൾ തിരിച്ചറിഞ്ഞു. കൂടാതെ അവൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കുതിക്കുകയും ചെയ്തു. യോഹന്നാൻ 20:15, 16, 17 യേശു അവളോട് പറഞ്ഞു, എന്നെ തുടരുത്. എന്തുകൊണ്ട് തുടരുത്? വൈദ്യുതി സ്പർശിച്ചാൽ ഷോക്ക് കേൾക്കും, അതുപോലെ ഡയനമൈറ്റ് തൊട്ടാൽ പൊട്ടിത്തെറിക്കും. പിന്നെ എന്തുകൊണ്ടാണ് തുടരുതെന്ന് അദ്ദേഹം പറഞ്ഞത്? കാരണം അദ്ദേഹത്തിൻ്റെത് ഭൗതിക ശരീരമായിരുന്നു. വൈദ്യുതി സ്പർശിച്ചാൽ ഷോക്ക് കേൾക്കും, അതുപോലെ ഡയനമൈറ്റ് തൊട്ടാൽ പൊട്ടിത്തെറിക്കും. അതുകൊണ്ടാണോ അദ്ദേഹം തുടരുതെന്ന് പറഞ്ഞത്? അല്ല, കാരണം അദ്ദേഹത്തിൻ്റെത് ഭൗതിക ശരീരമായിരുന്നു. കുരിശിൽ തറച്ചാൽ വേദന, വൈകാരിക സമ്മർദ്ദം, പീഡനം തുടങ്ങിയെല്ലാം ഒരു ഭൗതിക ശരീരത്തിനുണ്ടാകും. അതിനാലാണ് എന്നെ തുടരുത് എന്ന് അദ്ദേഹം പറഞ്ഞത്. യോഹന്നാൻ 20:17 പറയുന്നു, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കിലേക്ക് ആരോഹണം ചെയ്തിട്ടില്ല. എന്താണ് ഇതിനർത്ഥം? മരിച്ചിട്ടില്ലെന്നാണ് ഇതിനർത്ഥം. യേശു വളരെ വ്യക്തമായി പറയുന്നു, അദ്ദേഹം ഉയർത്തെഴുന്നേറ്റിട്ടില്ലെന്ന്. ഇത് തെളിയിക്കുന്നത് അദ്ദേഹത്തിന് ജീവനുണ്ടായിരുന്നു എന്നാണ്.
മാർക്കോസ് 16:11. യേശു ജീവനോടെയുണ്ടെന്ന് അനുചരന്മാർ മഗ്ദലന മറിയമിൽ നിന്ന് കേട്ടു, പക്ഷെ അവർ അത് വിശ്വസിച്ചില്ല. നിങ്ങൾക്കറിയാമായിരിക്കും, ചോദ്യങ്ങൾ ഉന്നയിച്ച് പ്രവാചകന്മാരെ ബുദ്ധിമുട്ടിക്കുക എന്നൊരു പതിവ് ജൂതന്മാർക്കുണ്ടായിരുന്നു. ബൈബിളും ഖുർആനും അത് പറയുന്നുണ്ട്. മോശയെ ചോദ്യങ്ങൾ ചോദിച്ച് അവർ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ യേശുവിനെയും. മാർക്കോസ് 12:38 പറയുന്നു, ജൂതന്മാർ അദ്ദേഹത്തോട് ചോദിച്ചു, ഗുരു, താങ്കൾ എന്തുകൊണ്ട് ഒരു അടയാളം കാണിക്കുന്നില്ല? അടയാളം എന്നാൽ ദൃഷ്ടാന്തം, അത്ഭുത പ്രവൃത്തി. മത്തായി 12:38 പറയുന്നു, ജൂതന്മാർ അദ്ദേഹത്തോട് ചോദിച്ചു, ഗുരു, താങ്കൾ എന്തുകൊണ്ട് ഒരു അടയാളം കാണിക്കുന്നില്ല? അടയാളം എന്നാൽ ദൃഷ്ടാന്തം, അത്ഭുത പ്രവൃത്തി. യേശു ചെയ്ത സൽപ്രവൃത്തികൾ ജൂതന്മാർക്ക് മതിയായിരുന്നില്ല. ഒരു ദൃഷ്ടാന്തം കാണിച്ചു തരാൻ അവർ ആവശ്യപ്പെട്ടു. ആകാശത്തിലൂടെ പറക്കുക, വെള്ളത്തിന് മുകളിലൂടെ നടക്കുക, തീയിൽ നടക്കുക തുടങ്ങിയവയാണ് അവർക്ക് ആവശ്യം. പാതയോരത്തുള്ള വൈദ്യുത വിളക്ക് പോലത്തെ അടയാളമല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്, മറിച്ച് ദൃഷ്ടാന്തമാണ്, അഥവാ അത്ഭുത പ്രവൃത്തി. എന്ത് മറുപടിയാണ് യേശു അതിന് പറഞ്ഞത്? മത്തായി 12:39-40 പറയുന്നു, ദുഷ്ടവും അവിശ്വസ്തവുമായ തലമുറയാണ് അടയാളം അന്വേഷിക്കുന്നത്. യോന പ്രവാചകന്റെ അടയാളമല്ലാതെ മറ്റൊരടയാളവും അതിന് നൽകപ്പെടുകയില്ല. യോന 3 രാവും 3 പകലും തിമിംഗലത്തിന്റെ ഉദരത്തിലായിരുന്നു. അതുപോലെ മനുഷ്യപുത്രനും 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിലായിരിക്കും. കാഴ്ച തിരിച്ചു കിട്ടിയ അന്ധനോട് പോയി ചോദിച്ചു നോക്കൂ എന്ന് യേശു പറഞ്ഞില്ല. സ്പർശിച്ചപ്പോഴേക്കും സുഖപ്പെട്ട ആളോട് എന്തുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്നില്ല? ബാധയേറ്റ ആളെ സുഖപ്പെടുത്താൻ 2000 പന്നികളെ കൊന്നത് അദ്ദേഹം സൂചിപ്പിക്കുന്നില്ല. വറുത്ത മീനും റൊട്ടിയും ഉപയോഗിച്ച് 5000 ആടുകളെ ഭക്ഷിപ്പിച്ചത് അദ്ദേഹം പറയുന്നില്ല. യോനായുടെ അടയാളമല്ലാതെ മറ്റൊന്നുമില്ലെന്നാണ് യേശു പറഞ്ഞത്. യോനായുടെ അടയാളം മനസ്സിലാക്കാൻ ഒരാൾ ബൈബിൾ പണ്ഡിതനോ ദൈവികതയിൽ ഡോക്ടറോ ആകണമെന്നില്ല. കാരണം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ സൺഡേ സ്കൂളിൽ ഇത് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഹിന്ദുവോ ആകട്ടെ, ചിലർ അതല്ലാത്ത രീതിയിൽ ധാർമ്മിക കഥകളിലൂടെയും അത് മനസ്സിലാക്കുന്നു. യോനയുടെ അടയാളത്തെക്കുറിച്ച്, യോനയുടെ അടയാളം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇത് ഈ വലിയ ഗ്രന്ഥത്തിലെ 2 പേജിൽ താഴെ മാത്രമേ ഉള്ളൂ. അതിന്റെ ഒരു ഫോട്ടോ കോപ്പിയാണത്. 1.5 പേജിൽ താഴെ മാത്രം. 4 അധ്യായങ്ങളേ ഉള്ളൂ. കഥയുടെ ഏകദേശ രൂപം എല്ലാവർക്കും അറിയാമായിരിക്കും. നിനേവായിൽ ദൈവിക സന്ദേശം പ്രചരിപ്പിക്കാൻ ദൈവം യോനയോട് അരുളി. പക്ഷേ അദ്ദേഹം പറഞ്ഞു, നിനവേക്കാർ പാപികളാണെന്ന്. അവർ തന്നെ കളിയാക്കുമെന്നാണ് അദ്ദേഹം വിചാരിച്ചത്. അത് സമയം പാഴാക്കലാണ്. അദ്ദേഹം തർശീശിലേക്ക് പലായനം ചെയ്യാൻ തീരുമാനിച്ചു. അദ്ദേഹം യോഫയിലെത്തി. യാത്രാമധ്യേ വലിയ കടലുണ്ട്. കടലിൽ കൊടുങ്കാറ്റുണ്ടായാൽ ആരോ തന്റെ യജമാനനോട് ധിക്കാരം പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ഒരു വിശ്വാസം അന്നുണ്ടായിരുന്നു. ആരാണ് ആ വ്യക്തി എന്നവർ തിരയുമായിരുന്നു. അതിനുവേണ്ടി അവർ നറുക്കിട്ടപ്പോൾ അത് വീണത് യോനാക്കായിരുന്നു. യോന ദൈവത്തിന്റെ പ്രവാചകനായിരുന്നതിനാൽ അദ്ദേഹം സമ്മതിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാനാണ് ഉത്തരവാദി. ദൈവം എന്നോട് നിനേവായിലേക്ക് പോകാൻ പറഞ്ഞിരുന്നു, പക്ഷേ തർശീശിലേക്ക് പോകാനാണ് ഞാൻ തീരുമാനിച്ചത്. നിങ്ങൾ എന്നെ കടലിലെറിയൂ. പക്ഷെ അവർ പറഞ്ഞു, ഇതൊരു ഭക്തനാണ്. കപ്പൽ ഉലയാതിരിക്കാൻ അവർ ശ്രമിച്ചു. എന്നിട്ടും കൊടുങ്കാറ്റ് തുടർന്നു. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് എന്നെ വലിച്ചെറിയുന്നില്ല? അവസാനം അവർ വലിച്ചെറിഞ്ഞു. അദ്ദേഹത്തെ വലിച്ചെറിഞ്ഞപ്പോൾ കാറ്റ് ശാന്തമായി. കടലിൽ വെച്ച് ഒരു വലിയ മത്സ്യം അദ്ദേഹത്തെ വിഴുങ്ങി. മത്സ്യത്തിന്റെ ഉദരത്തിൽ വെച്ച് ദൈവത്തോട് യോന പ്രാർത്ഥിച്ചു. 3 രാവും 3 പകലും യോനയെയും വഹിച്ച് മത്സ്യം അലഞ്ഞു. പിന്നീട് കരയിലേക്ക് ഛർദ്ദിക്കുകയും ചെയ്തു. യോനായുടെ അടയാളത്തെക്കുറിച്ച് യേശു പറഞ്ഞത് എന്താണ്? യോനായുടെ അടയാളമല്ലാതെ മറ്റൊന്നുമില്ല. യോന 3 രാവും 3 പകലും മത്സ്യത്തിന്റെ ഉദരത്തിലായിരുന്നത് പോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഹൃദയത്തിലായിരിക്കും. ഞാൻ ചോദിക്കുന്നു, യോനായെ വലിച്ചെറിയുമ്പോൾ അദ്ദേഹത്തിന് ജീവനുണ്ടായിരുന്നു? നിങ്ങൾ ഉത്തരം പറയുന്നതിന് മുമ്പ് യോന പറഞ്ഞിരുന്നു, ഞാനാണ് ഉത്തരവാദി, നിങ്ങൾ എന്നെ കടലിലേക്ക് എറിയുക എന്ന്. യോനായെ കടലിലേക്ക് എറിയുമ്പോൾ അദ്ദേഹത്തിന് ജീവനുണ്ടായിരുന്നു, അതോ അദ്ദേഹം മരിച്ചിരുന്നു? അദ്ദേഹത്തിന് ജീവനുണ്ടായിരുന്നു. മത്സ്യം അദ്ദേഹത്തെ വിഴുങ്ങുമ്പോൾ അദ്ദേഹത്തിന് ജീവനുണ്ടായിരുന്നു, അതോ മരിച്ചിരുന്നു? അദ്ദേഹത്തിന് ജീവനുണ്ടായിരുന്നു. മത്സ്യത്തിന്റെ ഉദരത്തിൽ വെച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിന് ജീവനുണ്ടായിരുന്നു, അതോ മരിച്ചിരുന്നു? അദ്ദേഹത്തിന് ജീവനുണ്ടായിരുന്നു. 3 രാവും 3 പകലും അദ്ദേഹത്തെയും വഹിച്ച് മത്സ്യം അലയുമ്പോൾ അദ്ദേഹത്തിന് ജീവനുണ്ടായിരുന്നു, അതോ അദ്ദേഹം മരിച്ചിരുന്നു? അദ്ദേഹത്തിന് ജീവനുണ്ടായിരുന്നു. മത്സ്യം അദ്ദേഹത്തെ കരയിലേക്ക് ഛർദ്ദിക്കുമ്പോൾ അദ്ദേഹത്തിന് ജീവനുണ്ടായിരുന്നു, അതോ മരിച്ചിരുന്നു? അദ്ദേഹത്തിന് ജീവനുണ്ടായിരുന്നു. ഒരാളെ കരയിൽ നിന്ന് കടലിലേക്ക് എറിഞ്ഞാൽ അയാൾ മരിക്കും. മരിച്ചാൽ അതിൽ ദൃഷ്ടാന്തമില്ല. മരിച്ചിട്ടില്ലെങ്കിലോ അത് ദൃഷ്ടാന്തമാണ്. മത്സ്യം വന്ന് വിഴുങ്ങുന്നു, അദ്ദേഹം മരിക്കുന്നില്ല, അത് ദൃഷ്ടാന്തമാണ്.
3 രാവും 3 പകലും മത്സ്യത്തിന്റെ ഉദരത്തിൽ, എന്നിട്ടും അദ്ദേഹം മരിക്കുന്നില്ല. അത് ദൃഷ്ടാന്തമാണ്. ഇതെല്ലാം മഹാത്ഭുതങ്ങളാണ്. യേശു പറഞ്ഞു, യോന 3 രാവും 3 പകലും മത്സ്യത്തിന്റെ ഉദരത്തിലായിരുന്നത് പോലെ മനുഷ്യപുത്രനും 3 രാവും 3 പകലും ഭൂമിയുടെ ഹൃദയത്തിലായിരിക്കും. യോന പ്രവാചകന് ജീവനുണ്ടായിരുന്നു. എന്നാൽ ശവക്കല്ലറയിൽ യേശുവിന് ജീവനുണ്ടായിരുന്നു എന്ന് ക്രൈസ്തവ സഹോദരങ്ങളോട് ചോദിച്ചാൽ അവരെല്ലാവരും പറയുന്നത് അദ്ദേഹം മരിച്ചിരുന്നു എന്നാണ്. യോനക്ക് ജീവനുണ്ടായിരുന്നു, എന്നാൽ യേശുവിന് ജീവനുണ്ടായിരുന്നില്ല. അങ്ങനെയെങ്കിൽ യേശു യോനായെ പോലെയാകുമോ? ആകില്ല. അങ്ങനെയാണെങ്കിൽ പ്രവചന പൂർത്തീകരണമാകില്ല. അദ്ദേഹം പറഞ്ഞത് യോനായുടെ അടയാളമല്ലാതെ മറ്റൊന്നുമില്ലെന്നാണ്. എന്നാൽ ഇവിടെയോ പ്രവചന പൂർത്തീകരണമായിട്ടുമില്ല. പ്രവചനത്തിന്റെ പൂർത്തീകരണമാകണമെങ്കിൽ അദ്ദേഹത്തിന് ജീവനുണ്ടാകണം. അദ്ദേഹത്തിന് ജീവനുണ്ടായിരുന്നു എന്നാണ് ഞാൻ എന്റെ പ്രഭാഷണത്തിൽ തെളിയിച്ചത്. അല്ലാത്ത പക്ഷം യേശു പറഞ്ഞത് കള്ളമാകും. പ്രവചനത്തിന്റെ പൂർത്തീകരണമാകണമെങ്കിൽ അദ്ദേഹത്തിന് ജീവനുണ്ടാകണം. ഞാൻ പറഞ്ഞു, ഒരാൾ ക്രൂശിക്കപ്പെടണമെങ്കിൽ കുരിശിൽ വെച്ച് അയാൾ മരിക്കണം. അല്ലാത്ത പക്ഷം ക്രൂശീകരണമാകില്ല. ചിലർ പറയും മരിച്ചോ ജീവിച്ചോ എന്നതല്ല കാര്യം, മറിച്ച് സമയമാണ് മുഖ്യ ഘടകമെന്ന്. 3 രാവും 3 പകലും. യോന മത്സ്യത്തിന്റെ ഉദരത്തിലായിരുന്നതുപോലെ മനുഷ്യപുത്രനും 3 രാവും 3 പകലും. 3 എന്നത് 4 തവണ പ്രസ്താവിച്ചിരിക്കുന്നു. അതിനാൽ പ്രധാന ഘടകം 3 എന്നതാണ്, ജീവനുണ്ടോ മരിച്ചോ എന്നതല്ല. 3 എന്നതിന് ഇത്ര വലിയ പ്രാധാന്യം എന്താണ്? ഞാൻ പറയുന്നു, ഡൽഹിയിലെത്താൻ എനിക്ക് 3 രാവും 3 പകലും ആവശ്യമായി എന്നതൊരു അത്ഭുതമാണ്. 3 എന്നതിന് എന്താണ് ഇത്ര പ്രാധാന്യം? എന്നാലും അവർ പറയുന്നു സമയം ഒരു ഘടകമാണെന്ന്. സമയം എന്നതിനെ മുഖ്യ ഘടകമായി കാണുന്നതിനെയും ഈ അടയാളത്തിൽ പ്രവചന സാക്ഷാത്കാരമായോ എന്നും നമുക്ക് പരിശോധിക്കാം. യേശു ക്രൂശിക്കപ്പെട്ടത് എപ്പോഴാണെന്ന് ക്രിസ്ത്യാനികളോട് ചോദിച്ചാൽ അവർ പറയും വെള്ളിയാഴ്ച എന്ന്. വെള്ളിയാഴ്ചയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയും യേശു നമ്മുടെ പാപമോചനത്തിന് ക്രൂശിക്കപ്പെട്ടത് അന്നാണ്. വിചാരണയും ക്രൂശിക്കലുമെല്ലാം വളരെ തിരക്കിട്ടായിരുന്നു അവർ നടത്തിയിരുന്നത്. പാസ്റ്റർ പറഞ്ഞതുപോലെ രാത്രി മുഴുവനായി കുരിശിൽ കിടക്കാൻ പാടില്ല, കാരണം ശാബത്തായതുകൊണ്ട്. ആവർത്തനം 21-23. ആ ദേശം മലിനമാകും. അതിനാൽ അവർ പെട്ടെന്ന് തന്നെ കുരിശിൽ നിന്നിറക്കി സംസ്കരിക്കുകയും ചെയ്തു. യോഹന്നാൻ 20:1. ഇത് പ്രകാരം ആഴ്ചയിലെ 1-ാമത്തെ ദിവസമായിരുന്നു ഇത്, ഞായറാഴ്ച. മഗ്ദലന മറിയം വന്നപ്പോൾ ശവകുടീരം ശൂന്യമായിരുന്നു. യേശു വെള്ളിയാഴ്ച രാത്രി ശവകുടീരത്തിൽ ഉണ്ടായിരുന്നെന്ന് വിചാരിക്കാൻ എന്തുകൊണ്ടാണ് പറയുന്നതെന്നാൽ യേശു ശവകുടീരം വിട്ടതെപ്പോഴാണെന്ന് ബൈബിൾ പറയുന്നില്ല. ചിലപ്പോൾ വെള്ളിയാഴ്ച അർദ്ധരാത്രിയാകാം, അല്ലെങ്കിൽ ശനിയാഴ്ച രാവിലെയുമാകാം. അതിനാൽ യേശു കല്ലറയിൽ വെള്ളിയാഴ്ച രാത്രി ഉണ്ടായിരുന്നെന്ന് വിചാരിക്കാം. ശനിയാഴ്ച പകലും ശനിയാഴ്ച രാത്രിയും. ഞായറാഴ്ച രാവിലെ കല്ലറ ശൂന്യമാണ്. അതിനാൽ 2 രാവും 1 പകലും അദ്ദേഹം കല്ലറയിൽ ഉണ്ടായിരുന്നു. പക്ഷെ യോനായുടെ അടയാളം പറയുന്നത് 3 രാവും 3 പകലും എന്നാണ്. യോന 3 രാവും 3 പകലും മത്സ്യത്തിന്റെ ഉദരത്തിലായിരുന്നത് പോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഹൃദയത്തിലായിരിക്കും. 3 രാവും 3 പകലും. പക്ഷെ യേശു 2 രാവും 1 പകലുമായിരുന്നു. 3 രാവും 3 പകലും ഇതിനോട് തുല്യമാണോ? ഒരിക്കലുമല്ല. അവർ പറയുന്ന സമയപ്രകാരമാണെങ്കിലും ശരിയാകില്ല. വാസ്തവം എന്തെന്നാൽ യേശു ജീവനോടെ ഉണ്ടായിരുന്നെന്നാണ്. ഒരു മനുഷ്യൻ ക്രൂശിക്കപ്പെടുക എന്നാൽ അയാൾ കുരിശിൽ വെച്ച് മരിക്കണം. പാസ്റ്റർക്ക് മറുപടി പറയാൻ എളുപ്പത്തിന് യേശു ക്രൂശിക്കപ്പെട്ടിട്ടില്ല എന്നതിനുള്ള തെളിവുകൾ ഞാൻ പറയാം. യേശുവിന് ജീവനുണ്ടായിരുന്നു. യേശുവിന് ജീവനുണ്ടെങ്കിൽ ക്രൂശീകരണവുമില്ല, ഉയിർത്തെഴുന്നേൽപ്പുമില്ല. യേശുവിനെ കുരിശിൽ തറക്കുകയും പെട്ടെന്ന് തന്നെ ഇറക്കുകയും ചെയ്തു. 3 മണിക്കൂർ അദ്ദേഹം കുരിശിന്മേലായിരുന്നു. 3 മണിക്കൂർ കൊണ്ട് കുരിശിൽ മരിക്കുക ബുദ്ധിമുട്ടാണ്. അതിനാൽ യേശുവിന് ജീവനുണ്ടായിരുന്നു. കുരിശിൽ നിന്ന് ഇറക്കുമ്പോൾ മറ്റു 2 പേർക്കും ജീവനുണ്ടായിരുന്നു. ഇത് തെളിയിക്കുന്നത് യേശുവിന് ജീവനുണ്ടായിരുന്നെന്നാണ്. അദ്ദേഹത്തിന്റെ കാല് മുറിഞ്ഞിരുന്നില്ല. ഇത് തെളിയിക്കുന്നത് അദ്ദേഹത്തിന് ജീവനുണ്ടായിരുന്നു എന്നാണ്. കല്ല് നീക്കപ്പെട്ടതും മുറിവ് കെട്ടാൻ ഉപയോഗിച്ച തുണി അഴിഞ്ഞുകിടന്നതും തെളിയിക്കുന്നത് യേശുവിന് ജീവനുണ്ടായിരുന്നു എന്നാണ്. ജൂതന്മാരിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹം ഒരു തോട്ടക്കാരന്റെ വേഷം സ്വീകരിച്ചു. ഇതും തെളിയിക്കുന്നത് അദ്ദേഹത്തിന് ജീവനുണ്ടായിരുന്നു എന്നാണ്. കല്ലറ വിശാലവും വിസ്തൃതവുമായിരുന്നു. എന്തിനാണ് മരിച്ച വ്യക്തിക്ക് വിശാലമായ കല്ലറ? ഇതും തെളിയിക്കുന്നത് യേശുവിന് ജീവനുണ്ടായിരുന്നു എന്നാണ്. മഗ്ദലന മറിയത്തെ സ്പർശിക്കാൻ യേശു അനുവദിച്ചില്ല, കാരണം അത് ഭൗതിക ശരീരമായിരുന്നു. അദ്ദേഹത്തിന് വേദനിക്കും. ഇതും തെളിയിക്കുന്നത് യേശുവിന് ജീവനുണ്ടായിരുന്നെന്നാണ്. യേശു പറഞ്ഞു, ഞാൻ പിതാവിന്റെ അടുക്കിലേക്ക് ഇതുവരെ ആരോഹണം ചെയ്തിട്ടില്ല. ഇതും തെളിയിക്കുന്നത് അദ്ദേഹത്തിന് ജീവനുണ്ടായിരുന്നു എന്നാണ്. മഗ്ദലന മറിയം യേശുവിനെ തിരിച്ചറിഞ്ഞില്ല. ഭൂതമല്ലെന്ന് തെളിയിക്കാൻ അദ്ദേഹം തന്റെ കൈയും കാലും കാണിച്ചു. ഇതും തെളിയിക്കുന്നത് അദ്ദേഹത്തിന് ജീവനുണ്ടായിരുന്നു എന്നാണ്. യേശുവിനെ കണ്ടപ്പോൾ ശിഷ്യർക്ക് അത്യാഹ്ലാദമായി. ജീവനുണ്ടെന്ന് തെളിയിക്കാൻ അദ്ദേഹം വറുത്ത മത്സ്യവും തേനും കഴിച്ചു. യേശുവിന് ജീവനുണ്ടെന്ന് മഗ്ദലന മറിയത്തിൽ നിന്ന് അനുചരർ കേട്ടു. യോനായുടെ അടയാളം.
യോന 3 രാവും 3 പകലും മത്സ്യത്തിന്റെ ഉദരത്തിലായിരുന്നതുപോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഹൃദയത്തിലായിരിക്കും ജീവനോടെ. അദ്ദേഹത്തിന് ജീവനുണ്ടായിരുന്നെങ്കിൽ ക്രൂശീകരണവുമില്ല, ഉയിർത്തെഴുന്നേൽപ്പുമില്ല. ചുരുക്കത്തിൽ ബൈബിൾ പ്രകാരം യേശു കുരിശിൽ മരിച്ചിട്ടില്ല. വിഷയം യേശു യഥാർത്ഥത്തിൽ ക്രൂശിക്കപ്പെട്ടുവോ എന്നാണ്. അദ്ദേഹത്തെ കുരിശിൽ തറക്കുകയും മരിക്കുകയും ചെയ്താൽ ക്രൂശിക്കപ്പെട്ടു. പക്ഷേ കുരിശിൽ തറക്കുകയും മരിക്കുകയും ചെയ്തില്ലെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു പദവും നിങ്ങൾക്ക് നിഘണ്ടുവിൽ കണ്ടെത്താൻ സാധിക്കില്ല. പുതിയ പദം നാം കണ്ടെത്തണം. ഇതിന് ഏറ്റവും അനുയോജ്യമായ പദം ക്രൂശിക്കപ്പെട്ടു എന്നല്ല, മറിച്ച് ക്രൂസിഫിക്റ്റഡ് എന്നാണ്. ഇത് ക്രൂസിഫിക്ഷൻ അല്ല, മറിച്ച് ക്രൂസിഫിക്ഷൻ ആണ്. അതിനാൽ തന്നെ യേശു ക്രൂശിക്കപ്പെട്ടിട്ടില്ല. സത്യനിഷേധികൾ ഗൂഢതന്ത്രം പ്രയോഗിച്ചു, അള്ളാഹുവും തന്ത്രം പ്രയോഗിച്ചു. തന്ത്രപ്രയോഗത്തിൽ മറ്റാരേക്കാളും മികച്ചവൻ അള്ളാഹുവാണ്. ഖുർആനിൽ നിന്നും ഒരു വചനം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വമക്കറൂ മക്കറല്ലാഹു വല്ലാഹു ഖൈറുൽ മാക്കിരീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.